ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നീല പെയിൻ്റാണ് കേട്ടോ, ഒരു നേവി ബ്ലൂ ഒക്കെ ആ ഒരു കളർ പോലെയാണ്. പിന്നെ ഒരു കുറച്ച് വലിയ ബ്രഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം നനയ്ക്കാണ്ട് നമുക്ക് ആദ്യത്തെ ഒരു കോട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം എന്തായാലും കലർത്താൻ പാടില്ല, കാരണം വെള്ളം കലർത്തി അത് ഒട്ടും പിടിക്കാണ്ടാവും. അപ്പോൾ വെള്ളം കലർത്താണ്ട് വേണം അടിച്ചു കൊടുക്കാൻ. അങ്ങനെ ഫസ്റ്റ് ലെയർ വന്നിട്ട് അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് ലെയർ അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഉണങ്ങാൻ ഒരു 5 മിനിറ്റോളം വെക്കാനുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയറും അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതും വെള്ളം ചേർത്താണ്ട് വേണം അടിച്ചു കൊടുക്കാൻ കേട്ടോ. സെക്കൻഡ് ലെയറും അടിച്ചു കൊടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉണങ്ങാൻ വെക്കാം. നല്ലപോലെ ഉണങ്ങണുണ്ട്. എന്നിട്ട് വേണം അടുത്ത ഡ്രോയിങ് അതിലേക്ക് വരയ്ക്കാൻ. അതിനുശേഷം വൈറ്റ് കളർ പെയിൻ്റാണ് കേട്ടോ എടുക്കണം. എന്നിട്ട് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച ഫ്ലവറാണ് കേട്ടോ, ഒരു ഡെയ്സി ഫ്ലവർ, അതുപോലത്തെ ഒരു ഫ്ലവറാണ് കേട്ടോ വരച്ച് കൊടുക്കണം. അപ്പോൾ അത് എല്ലായിടത്തും അവിടെ ആയിട്ട് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാം കൂടി വരച്ചാൽ നല്ല ചന്തം ഉണ്ടാകും. വൈറ്റ് ഫ്ലവർ വരച്ച് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്ലൂ ഷെയ്ഡും കൂടി വന്നപ്പോൾ ഒന്നും കൂടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ നടുക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാൻ വന്നിട്ട് യെല്ലോ കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. യെല്ലോ കളർ എടുത്ത ശേഷം നമുക്ക് ഡോട്ട് ഇടാൻ ഒരു ഇത് വേണമല്ലോ. അത് നമുക്ക് ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്നത് പെയിൻറ്റ് ബ്രഷിൻ്റെ അടിഭാഗമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ബഡ്സ് ആണെങ്കിലും എടുത്താൽ മതി. ഇപ്പോൾ ബഡ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് കേട്ടോ. എന്തെടുത്താലും കറക്റ്റ് പെർഫെക്ഷനായി വരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വന്നിട്ട് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തോട്ടാ യെല്ലോ കളർ വെച്ച്. അപ്പോൾ അതിൻ്റെ ലുക്കാണ് കേട്ടോ ഇത്. അടുത്തത് വന്നിട്ട് നമുക്ക് ലീഫും പിന്നെ സ്റ്റെമ്പൊക്കെ വരച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്രീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ ഗ്രീൻ വെച്ചിട്ടാണ് നമുക്ക് സ്റ്റെമ്പും ലീഫും എല്ലാം വരച്ച് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ചും കൂടി ലീഫ് വരച്ച് കൊടുക്കാൻ വേണ്ടി നമുക്ക് മിക്സ്ഡ് കളറാണ് കേട്ടോ എടുക്കണം. യെല്ലോയും ഗ്രീനിൻ്റെ ഒരു മിക്സ് കളറാണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതും കൊണ്ട് ലീഫ് എല്ലാം വരച്ച് കൊടുക്കാം കേട്ടോ.
സ്റ്റെമ്പും ലീഫും എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു പഴയ ടൂത്ത് ബ്രഷാണ് കേട്ടോ എടുത്തിട്ട് നമുക്ക് വൈറ്റ് കളറിൻ്റെ കൂടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, കാരണം മനസ്സൊക്കെ ഭയങ്കര സന്തോഷകരമായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ചെയ്യാൻ അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് കൊണ്ടല്ല ഒരു നൈറ്റ് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എല്ലാവരുടെയും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫ്രീ ആയി കിട്ടുന്ന ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് റൂം ഡെക്കോറായിട്ടോ വാൾ ഡെക്കോറായിട്ടോ എങ്ങനെ വേണമെങ്കിലും അത് വെക്കാം കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി പരിപാടിയുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കിട്ടുന്ന കുറച്ച് ഫ്ലവറൊക്കെ കൂടി വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.